ട്രാമ്പ് ഒഴിവാക്കി. ട്രാമ്പ് നമ്മൾ ഒഴിവാക്കി. ഭയങ്കര കാറ്റാണ്. ഫ്ലൈ വീലിൽ കയറാൻ വേണ്ടി വന്നതാണ്. പക്ഷേ മഴ പെയ്തു. കോട്ടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. കോട്ടൊന്നും എടുക്കാതെയാണ് ഞങ്ങൾ പോകുന്നത്. ഇന്നത്തെ ദിവസം മൊത്തം ഞങ്ങൾക്ക് അങ്ങനെയായിപ്പോയി. ഹലോ, ക്രോക്സ് വാങ്ങിച്ചാൽ നടക്കാനൊക്കെ എത്ര വേണമെങ്കിലും നടക്കാറുണ്ട്. അപ്പോൾ ആ ക്രോക്സിൻ്റെ കാര്യമില്ല. ഇതാണ് ന്യൂഡിൽസ് മട്ടി. അതാണ് ഫ്ലൈ വീൽ. അതിനവിടെ എത്തണം. അപ്പോഴേക്കും മഴ കുറയുന്ന വരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും. ഞങ്ങളൊരു വട്ടം മറ്റേ എന്തായിരുന്നു, നമ്മളൊരു നൈറ്റിന് ഒരു ലൈറ്റ് ഷോയ്ക്ക് വന്നിരുന്ന ലൈറ്റ് ഷോൻ്റെ അവിടുന്ന് ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിങ്സ് ആണ് ഇത് മൊത്തം. സെൻട്രലിൽ ഏത് സൈഡൊന്നും ഒരു വണ്ടി പോലും ഇല്ല. പക്ഷേ സിഗ്നൽ മാറാണ്ട് ആരും ക്രോസ് ചെയ്യുന്നില്ല. കണ്ടോ, ഇവിടെ 4-5 റോഡ് ഒരുമിക്കുന്ന സ്ഥലമാണ്. പക്ഷെ ആരും സിഗ്നൽ മാറിയാൽ ഇതിൽ കറങ്ങിയാൽ മൊത്തം ഹോങ്കോങ് കാണാമെന്നാണ് അല്ലേ? അതെ, കാണാം. വേറൊരു ഇതും കൂടെ ഉണ്ട്. ഓപ്പൺ ടെറസ് ബസ് ഉണ്ട്, ഓപ്പൺ റൂഫ് ബസ് ഉണ്ട്. ആ ബസ്സിൽ കയറിയാലും മൊത്തം ഹോങ്കോങ് കിട്ടും. പക്ഷെ ഞങ്ങൾ അതിൽ പോയില്ല. ആരുടെ ഒരു ടിഷ്യൂ ഇറക്കുന്നുണ്ട്. എൻ്റെ കേരളത്തിലെ സ്വഭാവമാണെങ്കിൽ ഞാനിപ്പോൾ അത് എടുക്കുമായിരുന്നു. ഇവിടെ എല്ലാവരും നോക്കുന്നുള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നവരൊക്കെ കരഞ്ഞാണ് വരുന്നത്. ഞാൻ കയറണമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. കളിക്കാനുള്ള സ്ഥലമുണ്ട്, ചിമ്പാൻസി ഉണ്ട്. ടിക്കറ്റ് എത്രയാ? നിധിശേരനുണ്ട്. അവിടെ എവിടെയോ ആണ് ടിക്കറ്റ് കൗണ്ടർ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. പെർ അഡൾട്ട് 20 $1. ഫാസ്റ്റായിട്ട് കയറാൻ തുടങ്ങി. ഫാസ്റ്റായിട്ട് കയറാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്ക് പെർ പേഴ്സണിന് 20 ഇല്ല. നോർമലായിട്ട് പോകണം. പ്രൈവറ്റ് ആയിട്ട് കയറാൻ പറ്റും. പെർ ഐറ്റം എവറി അഡീഷണൽ ഹവർ 100. ഫസ്റ്റ് ടൂർ 10. അതെന്താ സ്റ്റോറേജ്? എന്ന് വെച്ചാൽ ഇവിടുത്തെ 20 എന്ന് പറഞ്ഞത് നമ്മുടെ അവിടെ 400 ഇല്ലാറുണ്ടായിട്ടില്ലേ? സോറി 200. 200 മുകളിൽ 220 250 സംതിങ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടറിലെ ചേച്ചി. സുന്ദരിയാണ്. ഞങ്ങളങ്ങനെ പൊന്തി കൈ. നാട്ടിൽ ഞാൻ യന്ത്രവഞ്ഞാലിൽ പോലും കയറിയിട്ടില്ല. ശരി, ഈ സൈഡ് സെൻട്രലും ആ സൈഡ് വിക്ടോറിയ ഹാർബറാണ്. ഞങ്ങൾ ശരിക്കുന്നത് അപ്പുറത്തെ സൈഡിലാണ്. അവിടെ ഞങ്ങൾ മെട്രോ. ഓക്കെ, അത് എക്സിബിഷൻ സെൻ്ററാണിത്. ഇവിടെ നിന്ന് കയറി
ഞങ്ങൾ കുറച്ചായിട്ട് നോക്കുകയാണ് ഈ ഒരു വണ്ടി കയറാൻ വേണ്ടിയിട്ട് ഇവരെന്താണ് ഈ വണ്ടി എന്താണ് പോലീസ് വണ്ടി പോരണ്ടേന്ന് കണ്ടിട്ട് ഇത്ര എന്താണ് വണ്ടിയിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതെന്താ വെച്ചാൽ ആ വണ്ടിയിൽ എന്തോ ഒരു ഫുഡ് ഐറ്റം ആണ് ഒരു ഇത്ര ആൾക്കാർ വരി നിന്ന് വാങ്ങിക്കുകയാണത്. അതാണ് ഒരു കച്ചവടം. ഇത് ഇതിലേക്ക് കയറാനുള്ള ക്യൂ ആണ്. ഇതും ഇതിലേക്ക് കയറാനുള്ള ക്യൂ ആണ്. ഇവരെന്തോ ഷേപ്പ് ഉണ്ടാക്കി ഇതാണ് മൊത്തം ഹോങ്കോങ് കാണിക്കുന്ന ബസ്. ആ ഇതിന്റെ ഒപ്പം മൊത്തം 3 റൗണ്ട് ഞങ്ങൾ കറക്കി. ഭയങ്കര ഫാസ്റ്റ് ആയിട്ടൊന്നല്ല, നല്ല ഫിഷ് കഴിക്കണമായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്യൂ. ഐസ്ക്രീം ആണോ അത്? ഐസ്ക്രീം മേടിക്കാനുള്ള ക്യൂ ആണിത്. ഇതിലായിരുന്നു ഇപ്പം നമ്മളുടെ സവാരി. ആ ഇവിടെ ഇപ്പോൾ നല്ലൊരു മഴ പെയ്തു. ഭാഗ്യത്തിന് ഞങ്ങള് ട്രാമ്പ് ഞങ്ങൾക്ക് അറിയാണ്ട് മിസ്സായതാണെങ്കിലും പോലും ട്രാമ്പിലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളുടെതെല്ലാം പൊളിഞ്ഞേനെ. കാരണം ഇന്നിവിടെ നല്ല മഴയായിരുന്നു. അല്ലെങ്കിൽ ട്രാമ്പിൽ കയറി വിക്ടോറിയ പീക്ക് കയറി ഞാൻ എന്താ പറയുക മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അത് പുറത്ത് പറഞ്ഞൊന്നും എനിക്ക് അറിയുന്നില്ല. ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല. ഈ ഒരു സൈഡ് മൊത്തം നമ്മളിപ്പോൾ കവർ ചെയ്തു. ഇനി തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഇവിടെ ഒരാള് ചൂണ്ടിടാൻ വേണ്ടി വിളിക്കാണ്. ചൂണ്ടയിൽ കൊളുത്തുന്ന നോക്കാം. ഇയാൾക്ക് മീൻ കിട്ടി ഗൈസ്. വളരെ പെട്ടെന്നായിരുന്നില്ല. ആകാംക്ഷയുടെ മുൾമുനയിൽ ആ നൂൽ അയാൾ എടുക്കുകയാണ്. അതിലൊന്നുമില്ല എന്ന നഗ്നരഹസ്യത്താൽ ഞങ്ങൾ പോവാൻ കുടുങ്ങിയിട്ടുണ്ട്. എന്താ കയറണ നോക്കാം. അയ്യോ തേങ്ങയുണ്ട്. തേങ്ങ ഇപ്പൊ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മുട്ടിടുകയാണ് ഞങ്ങള്. പേയ്മെന്റ് വിത്ത് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. റെയിലേക്ക് കയറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ആട്ടടക്കമുണ്ട്. അമ്മേ കിട്ടി കഴിഞ്ഞു ഞങ്ങൾക്ക്. അതതിൻ്റെതായ ഒരു ലക്ഷ്യം ഉണ്ട്. ഇതിന് ഞങ്ങൾക്ക് വന്നത് ഇവിടെ വന്നിട്ട് ഏറ്റവും കുറവ് പൈസ വന്നത് ഈ ഫെറി കയറാൻ വേണ്ടി. ഫെറിയിൽ എത്ര നേരം ഉണ്ടാകും? 5 മിനിറ്റ്. 5 മിനിറ്റോ? ഈ ഫെറിയിൽ 5 മിനിറ്റ് ഉണ്ടാവില്ലല്ലോ. ആ കണ്ണയിലല്ല, ഇവിടെയാണ് എത്തേണ്ടത്. അവിടെ എത്തുന്നത്. അതിനിവിടെ $50 റേറ്റ് 2 പേർക്കും കൂടെ. അപ്പോൾ ഒരാൾക്ക് 4, അതായത് നമ്മളവിടെ 40 സംതിങ് 48. ഞങ്ങൾക്ക് അങ്ങനെ തിരഞ്ഞു നടന്നാണെന്നുണ്ടെങ്കിലും ഫുള്ള് ഇന്ത്യൻ്റെ ഫുഡ് കിട്ടി. ഞങ്ങൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ആരെങ്കിലും ഇവിടെ വന്നിട്ട് ഇന്ത്യൻ കട തിരഞ്ഞെടുക്കാന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഫുഡിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ. ഇത് ഏതാണ് സ്ഥലം? ഏതായിരുന്നു?
ചുങ്കിങ് മെയ്സൺ. സ്ട്രീറ്റ് നെയിം എനിക്കറിയാം. അതാണ് ഷോപ്പ് നമ്പർ കുറേ ഉണ്ട് ഇവിടെ. ഫുള്ള് ഈ ഒരു ബിൽഡിംഗ് മൊത്തം ഇന്ത്യൻ ഫുഡ്. നോർത്താണല്ലേ? അല്ല, സൗത്ത്. ഞങ്ങൾ സൗത്തിലാണ് കയറിയത്. ശരവണ പ്യുവർ വെജിലാണ്. ഇതാണ് ആ സ്ട്രീറ്റിന്റെ പേര്. ചുങ്കിങ് മാൻസിയൻ 3644 നഗാൻ റോഡ്. പൈസ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വയറിറങ്ങി കഴിക്കാം. ഒരു പാനിപ്പുരിക്ക് നമ്മുടെ നാട്ടിലെ 700 സംതിങ്. Thank you.